ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനും അതുപോലെ കുട്ടികൾക്കും ഒക്കെ നമുക്ക് സ്കൂൾ ടൈമിലൊക്കെ കൊടുത്തു വിടാനും നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴും അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഹണി ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു വലിയ സവാള നല്ല സ്ലൈസ് ചെയ്തെടുക്കണം. നല്ല ചെറുതായിട്ട് തന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് അധികം എടുക്കാം കേട്ടോ, സാധാരണ നമ്മൾ ഇടുന്നതിനേക്കാട്ടിലും. അപ്പോൾ ഇനി അതിലേക്ക് സ്പൈസസ് ആയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, അതുപോലെ ഒരു 4 ഏലക്കായ, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബേ ലീവ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓൾറെഡി അരി നന്നായി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ പശുവിൻ നെയ്യാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് അരിയുടെ അളവാണ് പറയുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് അരിയാണ് ഞാൻ എടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് അങ്ങ് വഴണ്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്നൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ആ കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ, ഈ ഒരു ക്യാരറ്റും അതുപോലെ സവാളയും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സാധാരണ ഒരു ബസ്മതി റൈസാണ്. ഇത് കുറച്ചധികം വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് നന്നായിട്ട് വാർത്ത് വെച്ചതാണ്. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട. ഇതങ്ങനെ ഒരുപാടങ്ങ് ഡ്രൈ ആയി പോവില്ല. കാരണം ആ ഒരു ക്യാരറ്റും അതുപോലെ ആ ഒരു സവാളയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈസിയാണ്. ഒരു ടിഫിൻ ബോക്സിലും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ലൊരു സൈഡായിട്ട് നല്ലൊരു ഹണി ചിക്കനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചിക്കൻ കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും